ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നും നമ്മളൊരു വ്ളോഗായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. മോർണിംഗ് മുതലേ ഒന്നും എടുക്കാൻ കഴിഞ്ഞിട്ടില്ല കേട്ടോ. എപ്പോഴും വ്ളോഗ് എടുക്കുമ്പോൾ ചിന്തിക്കുന്നതാണ് രാവിലെ എഴുന്നേറ്റ് മുതലേ ഇല്ല വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്യണം. പക്ഷേ രാവിലെ മുതലേ ആ ഒരു തിരക്കിനും ചെറിയ മോളെല്ലാം ഇല്ലുകൊണ്ട് നമുക്ക് എടുക്കാൻ കഴിയുന്നില്ല. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷമില്ല അത് മുതലാണ് കേട്ടോ ആ വീഡിയോ ഒന്ന് എടുക്കാമെന്ന് വിചാരിച്ചത്. പിന്നെ എന്ന് വെച്ചാൽ ഒരു നല്ല മഴയുള്ളൊരു ദിവസമാണ് കേട്ടോ. രാവിലെ ഫുള്ള് മഴയും ലൈറ്റ് അങ്ങനെയുള്ളൊരു സ്കൂളിലുള്ളൊരു ദിവസം തന്നെയാണ്. അപ്പോൾ രാവിലെ എണീച്ചിട്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് അതിൻ്റെ പാത്രങ്ങളെല്ലാം ഇങ്ങനെ കഴുകിക്കൊണ്ടിരിക്കുകയെന്ന് കേട്ടോ. പിന്നെ നമ്മൾ ഉണ്ടാക്കിയത് ചെറുപയർ കറിയും അതുപോലെ തന്നെ നമ്മൾ റാഗി ദോശയില്ലേ അതാണ് ഉണ്ടാക്കിയത്. റാഗി ദോശ വേണ്ടാത്തവർക്ക് സാധാ അരിദോശയും ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ റാഗിപ്പൊടി ഇപ്പോൾ അംഗൻവാടിയിൽ നിന്ന് തന്നെ കിട്ടുന്നതുകൊണ്ട് അപ്പോൾ അതിൻ്റെ ദോശ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കലുണ്ട് കേട്ടോ. എനിക്കെല്ലാം ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഡയറ്റെല്ലാം ചെയ്യുന്നവർക്ക് നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ റാഗി ദോശ. അപ്പോൾ അതെല്ലാം കഴിച്ചിട്ട് അതിൻ്റെ പാത്രങ്ങൾ ചൂടുപാത്രമെല്ലാം കഴുകി വെക്കുകയാണ് കേട്ടോ. ചൂടുപാത്രം കഴുകിയിട്ട് അന്നേരം തന്നെ ഞാൻ തുടച്ച് വെക്കും കേട്ടോ. എന്നാൽ പിന്നെ പിറ്റേന്ന് നമുക്ക് വീണ്ടും ഫുഡ് ഉണ്ടാക്കുന്ന ടൈമിൽ വീണ്ടും അത് കഴുകി തുടക്കേണ്ട ആവശ്യമില്ലല്ലോ. അവിടെ ഞാൻ അന്നേരം തന്നെ കഴുകിയിട്ട് അന്നേരം തന്നെ തുടച്ച് വെച്ചാൽ നമുക്ക് നെക്സ്റ്റ് ടൈം ഉപയോഗിക്കുമ്പോൾ ഇനി തുടക്കേണ്ടി ഇതൊന്നും ആവശ്യമില്ലാത്തതുകൊണ്ട് അന്നേരം തന്നെ കഴുകി വെക്കുക എന്നിട്ട് ആ ചെയ്യൽ ബാക്കിയുള്ള പാത്രങ്ങളും എല്ലാം കഴുകിയിട്ട് വേണം നെക്സ്റ്റ് നമുക്ക് ഉച്ചക്കേക്ക് വേണ്ട കറികളും വറവും എല്ലാം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കിച്ചണെല്ലാം ജസ്റ്റ് ഒന്ന് ഒതുക്കിയിട്ടിട്ട് ബാക്കി പണികളിലേക്ക് കടക്കുകയെന്നിട്ടാ. ഇപ്പം ചെറിയ മോളുണ്ടായതുകൊണ്ട് തന്നെ പണികളെല്ലാം വളരെ സ്ലോ ആയിട്ടാണ് നടക്കൽ. ഇല്ലെങ്കിൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ തന്നെ എൻ്റെ കറിയും എല്ലാം ആക്കി കഴിയലുണ്ട്. അപ്പോൾ ഇപ്പോൾ ഓൾ ഉറങ്ങുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നമ്മൾ പണികളിൽ നോക്കിയെന്നിട്ടാ. അപ്പോൾ പണിയെല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പേ ജസ്റ്റ് ഒന്ന് നമ്മൾ കൗണ്ടർ ടോപ്പും നമ്മൾ സീറ്റ് നാട്ടാ പറയൽ കൗണ്ടർ ടോപ്പെല്ലാം ജസ്റ്റ് ഒന്ന് തുടച്ച് വെക്കുകയെന്നിട്ടാ. എന്നിട്ട് നമുക്ക് ഉള്ളിയും തക്കാളിയെല്ലാം അതിൻ്റെ നമുക്ക് കറിയെല്ലാം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ രാവിലെ തന്നെ ഞാൻ നമ്മളെ വറവിന് വേണ്ടി കട്ട് ചെയ്തത് ഉണ്ടായതുകൊണ്ട് ജസ്റ്റ് ബീൻസും ക്യാരറ്റിൻ്റെയും ആ ഒരു വറവ് നന്നിട്ട് നമ്മൾ പറയൽ തോരന്. അപ്പോൾ അത് ഒന്ന് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് മുരിങ്ങൻ്റെ വറവ് ഉണ്ടാക്കാനുണ്ട്. അതുപോലെ തന്നെ അയില കിട്ടിയിട്ടുണ്ടായിരുന്നു. അയില കറിയും വെക്കാനുണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള ഉള്ളിയും തക്കാളിയും എല്ലാം ഫ്രിഡ്ജിൽ നിന്ന് എടുക്കുകയെന്ന് കേട്ടോ. നമ്മൾ തക്കാളി ഇതുപോലെ ടിഷ്യൂ എല്ലാം പച്ചമുളകെല്ലാം ഇതുപോലെ ടിഷ്യൂ വെച്ചിട്ട് ഇങ്ങനെ എന്നിട്ട് ബോക്സിലായിട്ടാണ് സ്റ്റോർ ചെയ്യൽ. അപ്പോൾ ഒരുപാട് കാലം നമുക്ക് ചീത്തയാവാണ്ട് നിൽക്കലുണ്ട്. അതുപോലെ തന്നെ മറ്റേ മല്ലിച്ചപ്പും അതുപോലെ തന്നെ കറിവേപ്പിലയിലും ഇതുപോലെ തന്നെയാണ് കേട്ടോ സ്റ്റോർ ചെയ്യൽ. നമ്മൾ ഫ്രിഡ്ജിൻ്റെ പുറത്തെല്ലാം പെയിൻറ്റെല്ലാം പോയതിന് ശേഷം ഞാൻ ഫുള്ളായിട്ട് വാൾപേപ്പർ ഒട്ടിച്ച് എന്നിട്ടാണ് ചെയ്തത്. അപ്പോൾ ആദ്യം ഒരിക്കൽ ഒട്ടിച്ചിട്ട് അത് ജസ്റ്റ് ഒന്ന് കുറേ ഏകദേശം ഒരു വർഷത്തിന് മേലിരുന്ന് നീന്തു. പിന്നെ ജസ്റ്റ് അത് ചെറുതായിട്ട് ഇളകി വരുന്നിട്ട് വീണ്ടും നെക്സ്റ്റ് ടൈം വേറെ ഒട്ടിക്കുക എന്നിട്ടാണ് ചെയ്തത്. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഫ്രീസറിൽ ആ മാങ്ങൻ്റെ സീസണിൻ്റെ ടൈം പച്ചമാങ്ങയിലും ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഫ്രീസറിൽ ഉപ്പിട്ടിട്ട് വെച്ചിട്ടുണ്ടായിട്ടാ. അപ്പം കറിയിലെല്ലാം സീസൺ കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് ഇടാമല്ലോ. പുളിയൊന്നും ഇടേണ്ട ആവശ്യമില്ലല്ലോ. അതുകൊണ്ട് പച്ചമാങ്ങ എന്നിട്ടാ ഇപ്പോഴും കറിയിലിടൽ. അപ്പോൾ നമുക്ക് കറി വെക്കുന്നിട്ട് മീൻ കറി ആക്കുമ്പോൾ ചെറിയൊരു പീസ് ചെയ്യുന്നിട്ട് ആ ഉള്ളി ഇട്ടു. അപ്പോൾ വേണ്ട ഉള്ളിയും തക്കാളിയും അതുപോലെ തന്നെ പച്ചമുളകെല്ലാം വേഗം കട്ട് ചെയ്ത് എടുക്കുകയെന്നിട്ടാണ് ചെയ്യുന്നത്. ആ ഒരു ടൈമിൽ തന്നെ ഉമ്മ അപ്പുറത്ത് നമ്മുടെ മുരിങ്ങച്ചപ്പെല്ലാം നന്നാക്കിയിട്ട് അതിലൊന്ന് കഴുകി വെക്കുന്നുണ്ട് കേട്ടോ വറവാക്കാൻ വേണ്ടിയിട്ട്. ചില ആൾ മുരിങ്ങച്ചപ്പിൽ കഞ്ഞിവെള്ളം ഒഴിച്ചിട്ട് കറി പോലെയെല്ലാം ഉണ്ടാക്കലുണ്ട്. പക്ഷെ അമ്മ ഇതുവരെ അങ്ങനെയൊന്നും ഉണ്ടാക്കിയിട്ടില്ല. നമ്മൾ ഈ ഭാഗത്തെല്ലാം സാധാരണ തേങ്ങയിലിട്ടിട്ട് വറവ് പോലെ തന്നെയാണ് എന്നിട്ട് ആ ചോറിന് കൂട്ടാൻ സാധാരണ നോർമൽ തോരൻ പോലെയില്ലേ അതുപോലെ തന്നെ എന്നിട്ട് ഉണ്ടാക്കൽ. ഇങ്ങനെ കഞ്ഞിവെള്ളത്തിൽ അങ്ങനെ കറിയാക്കുന്നതൊന്നും കണ്ടിട്ടില്ല ഇതുവരെ. അപ്പോൾ അതിന് നമ്മുടെ കറിക്ക് ആവശ്യമായിട്ടുള്ള പച്ചക്കറികളെല്ലാം കട്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ വേഗം തന്നെ മോളെണീക്കുന്നതിന് മുമ്പ് കറിയെല്ലാം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നോക്കി എന്നിട്ടാണ്. അതുപോലെ തന്നെ വേഗം വറവിനനുസരിച്ച് വറവാക്കേണ്ട ഉള്ളിയെല്ലാം മുറിച്ചിട്ട് അതും വേഗം ആക്കാൻ വേണ്ടിയിട്ട് നോക്കി എന്നിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഓളെണീച്ചാൽ നമുക്ക് ഇതിലെ പണികളൊന്നും തീരൂല കേട്ടോ. അപ്പോൾ രാവിലത്തെ നമ്മൾ അടിച്ചു വാരലും അലക്കലും എല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മൾ രാവിലത്തെ കത്തലെല്ലാം അടിക്കിയത്. അതിന് ശേഷമാണ് ബാക്കി ഉച്ചക്കത്തെ പരിപാടി നോക്കുന്നത്. പണ്ടെല്ലാം എന്ന് വെച്ചാൽ നമ്മൾ രാവിലെ എണീറ്റാൽ തന്നെ ഉച്ചക്കേക്കുള്ള കറിയും വറവെല്ലാം ഉണ്ടാക്കി വെക്കലുണ്ട്. അതിന് ശേഷം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റെല്ലാം കഴിക്കലുള്ളൂ. ഇപ്പം എന്ന് വെച്ചാൽ എല്ലാം കൂടി ഒന്നിച്ച് ആവാത്തതുകൊണ്ട് അങ്ങനെ രാവിലത്തെ പണി കഴിഞ്ഞ് ഫുഡ് കഴിച്ചിട്ട് അങ്ങനെ ചെയ്യുന്ന ഉച്ചക്കത്തെ പണിയിലും തുടങ്ങും. അപ്പോൾ ഈ ഒരു ടൈമിൽ പുറത്ത് നല്ല മഴ ചെയ്യുന്നിട്ടാ. അപ്പോൾ കറിയെല്ലാം അവിടെ കാച്ചിട്ട് വേഗം നമ്മൾ വറവിന് വേണ്ടിയിട്ടുള്ള ഉള്ളിയെല്ലാം കട്ട് ചെയ്യുന്നത് എന്നിട്ടാണ്. ഉമ്മ അവിടെ നമുക്ക് വെളുത്തുള്ളിയെല്ലാം നന്നാക്കി തരുന്നുണ്ട്. ഞാൻ വേഗം ഉള്ളിയെല്ലാം കട്ട് ചെയ്തിട്ട് വേഗം വറവെല്ലാം അവിടെ കാച്ചി വെക്കാമല്ലോ. അതിന് വേണ്ടിയിട്ടുള്ള പരിപാടി വെക്കുന്നു. അപ്പോൾ രാവിലെ തന്നെ മുരിങ്ങച്ചപ്പിൻ്റെ പണിക്ക് കഴിഞ്ഞിട്ട് തന്നെ വീണ്ടും കിച്ചണിൽ ഫുള്ള് കച്ചറായിട്ടുണ്ട്. അപ്പോൾ വീണ്ടും ഇനി അടിച്ചു വാരേണ്ട പണിയും കൂടി ആയിട്ടുണ്ട്.
എൻ്റെ ശരിക്കും പറഞ്ഞാൽ അടിച്ചു വാരലും അലക്കലും രാവിലെ തന്നെ തീരുന്ന പണിയാണ്. ഇന്ന് വീണ്ടും കിച്ചണിലാണെങ്കിൽ നമ്മൾ പണിയെല്ലാം തീരാണ്ടാണെങ്കിൽ നമ്മൾ കട്ട് ചെയ്തതും എല്ലാം അടാവുമല്ലോ. അപ്പോൾ പിന്നെ വീണ്ടും കിച്ചൺ മാത്രമേ രണ്ടാമത് അടിച്ചു വാരേണ്ടി വരത്തില്ലൂ. ചോറും കാര്യങ്ങളെല്ലാം നമ്മൾ പുറത്ത് അടുപ്പത്ത് എന്നിട്ടാണ് ഉണ്ടാക്കൽ. അപ്പോൾ ചോറിൻ്റെ പണിയെല്ലാം അവിടെ ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയ്ക്ക് വറവാക്കുന്നതിൻ്റെ ഇടയ്ക്ക് വെറുതെ ഒന്ന് മുറ്റത്തേക്ക് മുമ്പാത്തേക്ക് വന്ന് നോക്കിയതാണ്. എന്നിട്ട് ആ മഴയെല്ലാം എന്തായി, മഴയാണെങ്കിൽ നല്ലോണം പെയ്യുന്നത്രേ. അപ്പോൾ കുറേ ദിവസത്തിന് ശേഷം എന്നിട്ടാണ് ഇന്ന് മഴ പെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഉള്ളിലെല്ലാം നല്ല ഇരുട്ടാണ്. ഒരു 10-10:30 സമയമായിട്ടുണ്ടാവും ഏകദേശം. ഈ ഒരു ടൈം 10:30 ആയിട്ടുണ്ട്. എന്നാലും ഉള്ളിലെല്ലാം നല്ല ഇരുട്ടാണ് കേട്ടോ. രാത്രി വൈകുന്നേരം സന്ധ്യ ആവാനായ പോലെ ഉണ്ട് നോക്കുമ്പോഴത്തേക്ക്. അപ്പോൾ ആ ഒരു ടൈം തന്നെ ജസ്റ്റ് മോളെയും പോയി നോക്കി, ഇടയ്ക്കിടയ്ക്ക് പോയി നോക്കി വേണം എണീച്ചിനോ ഇല്ലയോ എന്നെല്ലാം. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് വറവാക്കുന്നത് നോക്കാം. ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം കേട്ടോ അമ്മ എങ്ങനെയാണ് മുരിങ്ങച്ചപ്പിൻ്റെ വറവ് ഇങ്ങനെ ഉണ്ടാക്കൽ. വെളിച്ചെണ്ണ എന്നിട്ട് ആദ്യം തന്നെ കാച്ചുമ്പോൾ ഒഴിച്ചിട്ടുള്ളത്. എന്നിട്ട് വെളിച്ചെണ്ണയിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച വെളുത്തുള്ളി ഒന്ന് അരിഞ്ഞിട്ട് കൊടുക്കുക കേട്ടോ. അതൊന്ന് ജസ്റ്റ് മൂത്ത് വന്നതിന് ശേഷം മാത്രമേ എന്നിട്ട് നമുക്ക് ഉള്ളി ചേർത്ത് കൊടുക്കേണ്ടത്. അതൊന്ന് ജസ്റ്റ് ഒന്ന് ബ്രൗൺ കളർ ആവുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ആ ഒരു ടൈം നമ്മൾ ഉള്ളിയും തക്കാളിയിലും ജസ്റ്റ് അപ്പുറത്ത് നിന്ന് കറിൻ്റെത് അവൻ നോക്കുന്നുണ്ട് കേട്ടോ. അവൻ അടിക്ക് പിടിക്കാണ്ട് നോക്കണമല്ലോ. നമ്മൾ അത് വറവും അതുപോലെ തന്നെ കറിയെല്ലാം ഉണ്ടാക്കുമ്പോൾ വെളിച്ചെണ്ണ എന്നിട്ട് കാച്ചുമ്പോൾ ഉപയോഗിക്കൽ, എന്നാലല്ലേ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ചില ഓയിലും ആക്കുന്നത് കാണാം. പക്ഷേ നമ്മുടെ നാടൻ കറികളെല്ലാം എപ്പോഴും വെളിച്ചെണ്ണയാണ് കാച്ചുമ്പോൾ നല്ലത്. അപ്പോൾ നമ്മൾ വെളുത്തുള്ളിയെല്ലാം ബ്രൗൺ കളർ ആയതിനു ശേഷം മാത്രം നമുക്ക് ഇതിലേക്ക് ഉള്ളിയും അതുപോലെ തന്നെ പച്ചമുളകും, ഒരു പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. നല്ല എരിവുള്ള പച്ചമുളകായതുകൊണ്ട് ഒന്ന്, അതുപോലെ തന്നെ ഒരു ഹാഫ് ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. അതും കൂടി ചേർത്ത് കൊടുക്കാം. അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നമ്മൾ ഉള്ളി ഒന്ന് വാടുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഉള്ളി വാടിയിട്ട് നമുക്ക് ഇതിലേക്ക് നമ്മൾ മല്ലിച്ചപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. സോറി, മല്ലിച്ചപ്പല്ല, മുരിങ്ങച്ചപ്പ്. പെട്ടെന്ന് മല്ലിച്ചപ്പാന്ന് പറഞ്ഞത്, സോറി, മുരിങ്ങച്ചപ്പാന്ന് കേട്ടോ. അപ്പം നമ്മൾ മുരിങ്ങച്ചപ്പിൻ്റെ ഗുണമെല്ലാം നമുക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടല്ലോ അല്ലേ. നമ്മളിവിടെ പണ്ടെല്ലാം അതിൻ്റെ മരം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പം അതിൻ്റെ മരമൊന്നും ഇല്ല. അപ്പം നമുക്ക് വേറൊരാൾ കൊണ്ടു തന്നുകൊണ്ട് അങ്ങനെ ഉണ്ടാക്കി എന്നിട്ടാണ് ചെയ്യുന്നത്. ഉപ്പ് കുറച്ച് കുറവായതുകൊണ്ട് തന്നെ ഞാൻ മുരിങ്ങച്ചപ്പ് ഇട്ട ടൈം കുറച്ചും കൂടി ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ടെല്ലാം കൂടി നമുക്ക് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിപ്പോൾ ആദ്യം ചേർക്കുമ്പോൾ വെച്ചാൽ കുറേ ഉണ്ടായിരുന്നല്ലോ ചപ്പ്. പിന്നെ അത് നമുക്ക് ചൂടാകുന്നതിനനുസരിച്ച് നല്ലോണം ചുരുങ്ങി വളരെ കുറച്ചായിട്ടുണ്ടാവും. ഒന്ന് ജസ്റ്റ് അടച്ച് വെച്ചിട്ട് നമുക്കൊന്ന് വേവാൻ വേണ്ടിയിട്ട് ബാക്കി നമ്മൾ ചീരപ്പറപ്പെല്ലാം ഉണ്ടാക്കുന്ന പോലെ തന്നെ ഒന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് നല്ലോണം വേവാൻ വേണ്ടിയിട്ട് ഒന്ന് വെയിറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. ആ ഒരു ടൈം നമ്മൾ കറിയെല്ലാം ഏകദേശം ആവാനായിട്ടുണ്ട്. അപ്പോൾ ഏകദേശം നമ്മൾ ചപ്പെല്ലാം വാടി വന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ നല്ലോണം തേങ്ങ ചേർക്കും. എനിക്ക് ഇതിലേക്ക് നല്ലോണം തേങ്ങ ചേർത്തല്ല എന്നിട്ട് ഇഷ്ടം. നല്ലോണം തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. തേങ്ങയെല്ലാം ഇട്ട് കൊടുത്തിട്ട് നല്ലോണം നമുക്ക് ഇളക്കി കൊടുക്കാം കേട്ടോ. എന്നിട്ട് തേങ്ങ ഒന്ന് വേവുന്നത് വരെ മാത്രം വെയിറ്റ് ചെയ്താൽ നമ്മളെ വറവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു ടൈം മഞ്ഞൾപ്പൊടി വേണമെങ്കിൽ നമുക്ക് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ ഇതിൽ മഞ്ഞൾപ്പൊടി വിട്ടുപോയി. പക്ഷേ എല്ലാ ടൈമും ചേർക്കലൊന്നുമില്ല, ചില ടൈം മാത്രം ചേർക്കലുണ്ട്. അപ്പോൾ നമ്മളെ വറവെല്ലാം അവിടെ നിന്ന് ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളെ കൗണ്ടർ ടോപ്പുകളും അതുപോലെ തന്നെ നമ്മളെ മാഷും എല്ലാം നമുക്കൊന്ന് തുടച്ചെടുക്കാം കേട്ടോ. എല്ലാം നമ്മൾ കട്ട് ചെയ്തുകൊണ്ട് തന്നെ മാഷ്മലും കൗണ്ടർ ടോപ്പിലെല്ലാം ഒന്ന് വൃത്തികേടായിട്ടുണ്ട്. അപ്പോൾ എല്ലാം കൂടി നമുക്കൊന്ന് തുടച്ചെടുക്കാം കേട്ടോ. നമ്മൾ കിച്ചണെന്ന് വെച്ചാൽ ചെറിയ കിച്ചണാണ് കേട്ടോ. അപ്പം അതിൽ ചെറിയൊരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ടൈപ്പ് മാഷിയാണ് കേട്ടോ ഇട്ടിട്ടുള്ളത്. അപ്പോൾ മാഷിയും എല്ലാം നമുക്കൊന്ന് തുടച്ചെടുക്കാം. അപ്പോൾ താഴെ ഫുള്ളായിട്ട് ചപ്പ് ആക്കിയതുകൊണ്ട് തന്നെ ഫുള്ള് മുരിങ്ങയില താഴെല്ലാം ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് അത് അടിച്ചു വാരലും ഗ്യാസ് ടോപ്പ് വൃത്തിയാക്കലും അതിലും ബാക്കി വൃത്തിയാക്കലുണ്ട്. അപ്പോൾ നമ്മളെ വറവിൻ്റെ ഫ്ലെയിമെല്ലാം ഓഫ് ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതെല്ലാം മാറ്റിയിട്ട് നമ്മൾ ഗ്യാസ് കൗണ്ടർ ടോപ്പും എല്ലാം നമുക്കൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം കേട്ടോ. പണി കഴിഞ്ഞാൽ നമ്മളെല്ലാം ഇതുപോലെ വൃത്തിയാക്കലുണ്ട് ദിവസം. കുറേ ദിവസം എന്ന് വെച്ചാൽ ഓരോ ടൈം ഫുഡ് ഉണ്ടാക്കുമ്പോൾ ഞാൻ ഇതുപോലെ വൃത്തിയാക്കലുണ്ട് കേട്ടോ. എനിക്കിപ്പോൾ ഇതെല്ലാം വൃത്തിയായിട്ട് തന്നെ കാണുന്നതാണ് ഇഷ്ടം. അപ്പോൾ എല്ലാം നല്ലോണം അതിൻ്റെ ഓയിലും എല്ലാം തീർച്ചിട്ടുണ്ടാവുമല്ലോ നമ്മൾ കാച്ചുമ്പലും, അതിലും നല്ലോണം ഒന്ന് വൃത്തിയാക്കി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ഓവർ ഇതൊന്നും ഓയിൽ അങ്ങനെയൊന്നും ചേർക്കാത്തതുകൊണ്ട് തന്നെ ഞാനൊരു സോപ്പൊന്നും ഇട്ടിട്ട് ക്ലീൻ ചെയ്യുന്നില്ല കേട്ടോ. ജസ്റ്റ് തുണിയിൽ നല്ലോണം വെള്ളം നനച്ചിട്ട് അങ്ങനെയാണ് ക്ലീൻ ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ എല്ലാം നല്ലോണം ക്ലീൻ ചെയ്തതിന് ശേഷം മാത്രം നമുക്ക് ഇത് ആദ്യം ക്ലീൻ ചെയ്യുന്ന ടൈമിൽ ഫുള്ള് ഞാൻ എല്ലാം എടുത്ത് മാറ്റിയിട്ട് വീണ്ടും അതുപോലെ എല്ലാം എടുത്ത് വെച്ചിട്ടാണ് ക്ലീൻ ചെയ്യല്. ഇപ്പോൾ ഇന്ന് മറ്റേ പൊടികളൊന്നും എടുത്ത് മാറ്റുന്നില്ല, ഓവർ കച്ചറാവാത്തതുകൊണ്ട്. അപ്പോൾ നമ്മൾ രാവിലത്തെ കറി ബാക്കിയില്ലതാണ്, രാവിലെ ആകുമ്പോൾ പറ്റില്ല പയർ കറി ആക്കിന് അതിൻ്റെ കറി ബാക്കിയില്ല ചട്ടി എന്നിട്ട് അത് അവിടെ വെച്ചത്.
ഇനിയിപ്പോൾ നമ്മൾ വെച്ച മീൻ കറിയും കൂടി ഇന്ന് ഉച്ചക്കേക്ക് കൂട്ടാൻ വേണ്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഉണ്ടാക്കിയ വറവലും അന്നേരം തന്നെ പാത്രത്തിലേക്ക് മാറ്റി എന്നിട്ടാണ് ചെയ്യുന്നത്. എന്നാൽ പിന്നെ നമുക്ക് വയ്യ ഈ ചീഞ്ചട്ടിയും അങ്ങനെയൊന്നും കഴുകേണ്ട ആവശ്യമില്ലല്ലോ. ഞാൻ എല്ലാം ഉണ്ടാക്കിയാൽ അന്നേരം ഇങ്ങനത്തെ വറവുകളെല്ലാം പാത്രത്തിലാക്കി വെക്കും കേട്ടോ. ഞാൻ ഈ വറവുകളായാലും അതുപോലെ തന്നെ നമ്മൾ പൊരിച്ചതായാലും ഇല്ലേ, അന്നേരം തന്നെ നമ്മൾ ഉണ്ടാക്കിയ ആ പാത്രം കഴുകിയിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി എന്നിട്ടാണ് ചെയ്ത്. എന്നാലും നമുക്ക് അതെല്ലാം നല്ല ഒതുക്കി നമുക്കൊരു സൈഡിലേക്ക് ഒതുക്കി വെക്കാമല്ലോ, ചെറിയ ചെറിയ പാത്രത്തിലാക്കിയാൽ. ഇതിപ്പം വലിയ ചട്ടി വെക്കുമ്പം ഒരുപാട് നമുക്ക് പാത്രങ്ങൾ നിരന്ന പോലെ ഉണ്ടാവില്ല നമ്മൾ ഗ്യാസ് സ്റ്റോപ്പിൻ്റെ അവിടെ. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഈ വറവെല്ലാം മാറ്റിയിട്ട് വേന ആ പാത്രങ്ങളിലും കഴുകാൻ വേണ്ടിയിട്ട് അന്നേരം ഉമ്മ പാത്രങ്ങളെല്ലാം കഴുകി തന്ന് ഞാൻ എന്ത് ചെയ്ത് കഴുകിയ പാത്രങ്ങളെല്ലാം വേനും അതിൻ്റെതായ സ്ഥാനത്തേക്ക് കൊണ്ടുവയ്ക്കുക എന്നിട്ടാണ് ചെയ്തത്. ഇനി എനിക്ക് ഈ ഒരു കൗണ്ടർ ടോപ്പും കൂടി മാത്രം ക്ലീൻ ചെയ്താൽ മതിയിട്ടാ. അപ്പോൾ അതും കൂടി പെട്ടെന്നൊന്ന് ക്ലീൻ ചെയ്തിട്ട് കുളിക്കാൻ പോകാമെന്ന് വിചാരിച്ചിട്ട് നിൽക്കുന്നിട്ടാ. ഇനി പിന്നെ അടിച്ചു വരലും ആ ഒരു പണിയും കൂടി ഇല്ലല്ലോ. അപ്പോൾ അതും കൂടി കഴിഞ്ഞാൽ ഇന്നത്തെ പണി ഏകദേശം ഒരു ഉച്ചവരെയിലെ പണികൾ കഴിഞ്ഞിട്ടാ. പിന്നെയെന്ന് വെച്ചാൽ ഉച്ചയ്ക്ക് ചോറ് കഴിക്കുന്ന ആ ഒരു പണികളാണ് ഉള്ളത്. പിന്നെ വൈകുന്നേരം അങ്ങനെ ചായക്കടികളൊന്നും നമ്മൾ പ്രത്യേകിച്ച് അങ്ങനെ ഉണ്ടാക്കലൊന്നുമില്ല. അപ്പോൾ അങ്ങനെ പണികളൊന്നുമില്ല. എണ്ണക്കടികൾ ഉണ്ടാക്കൽ ഭയങ്കര കുറവായപ്പോൾ എങ്കിലും തോന്നുമ്പോൾ മാത്രമേ നമ്മൾ ചായക്കടികളെല്ലാം ഉണ്ടാക്കൂ കേട്ടോ. പിന്നെ അതെല്ലാം തുടച്ച് വൃത്തിയാക്കിയിട്ട് അടിച്ചു വരി കൂടി ചെയ്തിട്ട് നമുക്ക് കുളിക്കാൻ വേണ്ടിയിട്ട് പോകാമെന്ന് വിചാരിച്ച് പെട്ടെന്ന് തന്നെ സീറ്റെല്ലാം തുടച്ചിട്ട് ആ തുണി ഇന്ന് വെയിലില്ലാത്തതുകൊണ്ട് പിന്നെ അവിടെ തന്നെ വിരിച്ചിടുക എന്നിട്ടാണ് ചെയ്തത്. ഇല്ലെങ്കിൽ നമ്മൾ നല്ലോണം കഴുകി വൃത്തിയാക്കിയിട്ട് നമ്മൾ പുറത്ത് വെയിലത്ത് ആർത്തിയാൽ നമുക്ക് എന്താ നല്ലോണം ഈച്ചയും അങ്ങനത്തെ ഒന്നും ഉണ്ടാവില്ലല്ലോ, കിച്ചണിൽ അങ്ങനത്തെ ശല്യമൊന്നും ഉണ്ടാവില്ല, പ്രാണികളൊന്നും. അതുകൊണ്ട് നമ്മൾ വെയിലത്താണ് സാധാരണ ഇടലുന്നത്. പിന്നെ വെയിലായതുകൊണ്ട് അവിടെ തന്നെ ഇടുകയാണ് ചെയ്തത്. ഞാൻ പറഞ്ഞിട്ടില്ലേ മുന്നേറ്റത്തിൻ്റെ പണി ചെയ്താലും ഇല്ലത്. അതിൽ നോക്കിയിട്ട് കിച്ചണിലെല്ലാം പണിയിലും കഴിഞ്ഞിട്ട് കിച്ചണിൻ്റെ റൂട്ടിൽ ഫാനെല്ലാം ഓഫാക്കിയിട്ട് അപ്പുറത്തേക്ക് പോകുന്നത്. അപ്പോൾ 11 മണിയായി. അപ്പോൾ വീട്ടിനുള്ളിൽ നോക്കിയാൽ നല്ല ഇരുട്ടായിട്ട് വൈകുന്നേരം ആയതുകൊണ്ട് അപ്പോൾ നിങ്ങളുടെ നാട്ടിലെല്ലാം എന്താ അവസ്ഥ, മഴയെല്ലാം ഉണ്ടോ എന്നെല്ലാം ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് വിചാരിച്ച് മഴയെല്ലാം കാണുന്നതുകൊണ്ട് വിചാരിച്ച് ഇനി എന്തായാലും കുറച്ച് കഴിഞ്ഞ് കുളിക്കാൻ പോകുന്ന വിചാരിച്ചാൽ ഞങ്ങൾ പത്രം വായിച്ചിരിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കുറച്ച് ടൈം അങ്ങനെ പത്രവും നോക്കി മഴയും നോക്കിയിട്ട് ഇങ്ങനെ കുറേ ടൈം അങ്ങനെ ഇരുന്ന ടൈമുകൾ എന്നിട്ട് പിന്നെ കുളിക്കാനെല്ലാം വയ്യ പോകുന്നത്. പത്രം വെച്ച് എനിക്കിപ്പം ഭയങ്കര ഒരു ഇഷ്ടമുള്ളൊരു കാര്യമാണ് ആ പത്രം വായിക്കൽ. എത്ര നമ്മൾ ഫോണിൽ ന്യൂസ് കണ്ടാലും പത്രം വായിക്കുന്ന ഒരു രസം വേറെ തന്നെയല്ല. ഡെയിലി ഞാൻ പത്രം വായിക്കാൻ വേണ്ടിയിട്ട് നോക്കലുണ്ട്. ചെറിയ പ്രായം തൊട്ട് ഞങ്ങൾക്ക് പത്രം വായിക്കൽ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് കേട്ടോ. പിന്നെ പെട്ടെന്ന് പോയി കുളിച്ചിട്ടെല്ലാം കുളിച്ച് ഡ്രസ്സെല്ലാം മാറ്റിയിട്ട് പിന്നെ മോൾ എണീക്കാത്തതുകൊണ്ട് തന്നെ മൂക്കിലെ ഡ്രസ്സെല്ലാം അങ്ങനെ കുളിക്കാൻ വേണ്ടിയിട്ടില്ല ഇതെല്ലാം എടുത്ത് വെച്ചിട്ട് അങ്ങനെ ഓൾ എണീക്കുന്നതും കൊണ്ടിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നിട്ടാ. പിന്നെ മോൾ എണീച്ചിട്ട് അങ്ങനെ ഓളെ കുളിപ്പിക്കലും ഒക്കെ ഫുഡ് എടുക്കലെല്ലാം ആയിട്ടുള്ള കാര്യങ്ങളായതുകൊണ്ട് പിന്നെ ഞാൻ ഷൂട്ടൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. പിന്നെ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ വന്നത് മുതലാണ് ഞാൻ ഷൂട്ട് ചെയ്തിരുന്നത് കേട്ടോ. ഉച്ചയ്ക്ക് ഞാൻ പറഞ്ഞിട്ടില്ലേ പുറത്തുനിന്നാണ് ചോറെല്ലാം ഉണ്ടാക്കില്ല. അപ്പം ആ ഒരു നമ്മുടെ കിച്ചൺ അതായത് വിറകടുപ്പിൻ്റെ അവിടെയാണ് ചോറെല്ലാം അവിടെ ഊറ്റിയിട്ട് വെക്കല്. അപ്പോൾ അതിൽ ഞാൻ എടുത്ത് വന്നിട്ട് നമ്മൾ ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട് നോക്കിയിരുന്നു കേട്ടോ. നമ്മൾ ചോറ് കഴിക്കുന്ന കൂട്ടത്തിൽ തന്നെ നോക്ക് ജസ്റ്റ് കഞ്ഞിയോടെ അങ്ങനെ ചോറൊന്നും വയ്ക്കില്ല. അതുകൊണ്ട് കഞ്ഞി ഉണ്ടാക്കിയിട്ടുണ്ടായി. അത് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എന്നിട്ട് നേരിയതിൻ്റെ കഞ്ഞി ഞാൻ ഒരിക്കൽ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിനി, കഴിഞ്ഞ വ്ളോഗിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലത്തെ ഒരു ടൈപ്പ് കഞ്ഞി. അപ്പോൾ അന്നേരം ഞാൻ ക്യാരറ്റ് ഇട്ടിട്ടില്ല ഇതാക്കിനി. ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ചെറുപയർ ഇട്ടിട്ടുള്ള ഒരു കഞ്ഞിയാണ് ഉണ്ടാക്കിയത്. അത് ജസ്റ്റ് ഒന്ന് ഞാൻ ചൂടാക്കി വെക്കുന്നുണ്ട്. പിന്നെ നമുക്ക് വേണ്ട കറികളും എല്ലാം എടുത്തിട്ട് ഞാൻ ചോറ് വയ്ക്കാൻ വേണ്ടിയിട്ട് നോക്കിയിരുന്നിട്ടാ. അപ്പോൾ ഞാൻ എപ്പോഴൊന്നും ചോറ് വയ്ക്കുന്ന ആളൊന്നല്ല, എപ്പോഴെങ്കിലും കൂടുമ്പോൾ ചോറ് വയ്ക്കും. അങ്ങനെ കുറേ കാര്യങ്ങളെല്ലാം ഉണ്ടെങ്കിൽ ചോറിൻ്റെ കൂടെ കുറേ വറവുകളും അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ ചോറ് വയ്ക്കൂ കേട്ടോ. പിന്നെ 1-2 തരം വറവെല്ലായതുകൊണ്ട് അങ്ങനെ ജസ്റ്റ് ചോറ് വയ്ക്കാമെന്ന് വിചാരിച്ച് വളരെ കുറച്ച് മാത്രമായിട്ടാണ് ഞാൻ ചോറ് വയ്ക്കലുള്ളൂ. അല്ലെങ്കിൽ ഉച്ചയ്ക്ക് എന്തെങ്കിലും സ്മൂത്തിയോ അല്ലെങ്കിൽ ഓട്സോ ഉപ്മാവോ അങ്ങനെ എന്തെങ്കിലുമാണ് സാധാരണ കഴിക്കൽ. അല്ലെങ്കിൽ ഫ്രൂട്ട്സ് ഇട്ട് ചെയ്തോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും കഴിക്കൽ. പിന്നെ ഞാൻ ജസ്റ്റ് കുറച്ച് ചോറും അതുപോലെ തന്നെ നമ്മളെ രാവിലത്തെ പയർ കറി ഉണ്ടായിട്ടില്ലേ, അത് കുറച്ച് നല്ലോണം നേർത്ത് പോയിട്ടുണ്ടായിട്ട് പയർ വേവ് കുറവായതുകൊണ്ട് അപ്പോൾ അതിൽ നിന്ന് കുറച്ച് പയർ മാത്രം കോരി എടുത്തിട്ട് അങ്ങനെ ജസ്റ്റ് കുറച്ച് മീൻ കറി എടുത്തിട്ട് ഞാൻ മീൻ കൂട്ടൽ കുറവാണ് കേട്ടോ. ഞാൻ കറി മാത്രമേ അങ്ങനെ കൂട്ടൂ, മീൻ കൂട്ടൽ വളരെ കുറവാണ്. അപ്പോൾ അങ്ങനെ മീൻ കറി മാത്രം എടുത്തിട്ട് അങ്ങനെ ബാക്കിയുള്ള വറവുകളും എല്ലാം എടുത്തിട്ട് അങ്ങനെ ചോറ് വയ്ക്കാൻ പോയി.
എപ്പോൾ നമുക്കിങ്ങനെ എന്തെങ്കിലും ഒരു കറിയും ഒരു വറവും അങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ. ചിലപ്പോൾ മാത്രം മീൻ പൊരിച്ചത് ഇങ്ങനെ ഉണ്ടാക്കും. അല്ലാണ്ട് ഒരുപാട് തരം കറിയും അങ്ങനെയൊന്നും നമുക്ക് സാധാരണയായിട്ട് ചോറ് വയ്ക്കുമ്പോൾ ഒന്നും ഉണ്ടാവില്ല കേട്ടോ. കാരണം നമ്മൾ 3 ആൾക്കാർ മാത്രമേ ഉള്ളൂ ഉച്ചയ്ക്ക് ചോറ് വയ്ക്കാൻ. ഞാനും ഉമ്മയും എപ്പോഴെങ്കിലും മാത്രമേ വയ്ക്കൂ. പിന്നെ ഉപ്പ മാത്രമേ ഉണ്ടാവൂ. അതുകൊണ്ട് തന്നെ ഒരുപാട് കറിയൊന്നും അങ്ങനെ ഉണ്ടാക്കൽ കുറവാണ്. പിന്നെ നമുക്ക് ചീര വറവും അതുപോലെ തന്നെ പയറും ക്യാരറ്റ് ഇട്ടില്ല, ബീൻസും ക്യാരറ്റ് ഇട്ടില്ല ആ ഒരു ടൈപ്പ് വറവില്ലേ, അതും അങ്ങനെ അത് രണ്ടും ഉണ്ട്. പിന്നെ തൈര് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ. തൈര് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ചില ടൈമിൽ ആ തൈര് മാത്രമായിരിക്കും ഉച്ചയ്ക്ക് കഴിക്കൽ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അത് ഞാൻ നല്ലോണം കഴിക്കും. നമ്മൾ സാധാരണ പാക്കറ്റിൽ വരുന്ന തൈരല്ല കേട്ടോ, ഈ ഒരു ഡബ്ബയിലെല്ലാം വരുന്ന ആ ഒരു കേടില്ലേ, നല്ല കട്ടിയായിട്ടില്ലേ, ആ ഒരു തൈരാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ടൈം തന്നെ ഞാൻ ചോദിക്കാൻ വേണ്ടിയിട്ട് വരുമ്പോൾ തന്നെ എൻ്റെ മോള് വല്ലാണ്ട് തന്നെ വെള്ളം എടുക്കാൻ വേണ്ടിയിട്ടില്ല കുഴപ്പമാക്കി എന്നിട്ട്. അപ്പം ഞാൻ പെട്ടെന്ന് ഇതെല്ലാം എടുത്തിട്ട് അങ്ങനെ ഓളയും കൂട്ടിയിട്ട് അങ്ങനെ ചോറിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുന്നിട്ടാ. അപ്പോൾ ബാക്കിയുള്ള വീഡിയോസൊന്നും പിന്നെ ഷൂട്ട് ചെയ്തിട്ടില്ല. പിന്നെ നമ്മൾ ചോറ് കഴിച്ചിട്ട് ഇങ്ങനെ കിടന്നിട്ടെല്ലാം വെയ്യ എന്നിട്ട് ആ വീഡിയോസെല്ലാം എടുക്കുന്നത്. ഫുഡ് കഴിച്ച് കിടന്ന് എണീച്ചിട്ടെല്ലാം 4 മണിയായിട്ട് ആ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ എന്നിട്ട് ഓർമ്മ വരുന്ന. ഉച്ചയ്ക്ക് ശേഷം പിന്നെ വേറെ പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് വെറുതെ ഫോൺ നോക്കി കിടക്കും. ഉറങ്ങൊന്നും ചെയ്യില്ല കേട്ടോ, ജസ്റ്റ് കിടക്കുകയും ചെയ്യും. ഫോൺ നോക്കി ഇങ്ങനെ എന്ത് കിടക്കുക അങ്ങനെ എന്ത് ചെയ്യും. അല്ലെങ്കിൽ പിന്നെ രാത്രിത്തേക്ക് എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഉച്ചയ്ക്ക് തന്നെ പണി തുടങ്ങും കേട്ടോ ഈ ഒരു ടൈം. ഇന്ന് പിന്നെ നമ്മൾ ഉപ്മാവ ഉണ്ടാക്കുന്നത് രാത്രിത്തേക്ക്. അതുകൊണ്ട് പിന്നെ രാത്രി വയ്യ ഉണ്ടാക്കിയാൽ മതിയല്ല. അപ്പോൾ ഒരു 4 മണിയാകുമ്പോഴത്തേക്ക് കിച്ചണിലേക്ക് വന്നിട്ട് മോൾക്ക് വേണ്ടിയിട്ട് ഒരു, ഞാനിപ്പം കാണിക്കുന്നില്ല, ഓട്സിൻ്റെ ആ ഒരു കുറുക്ക് അത് ഉണ്ടാക്കി എന്നിട്ട് ചെയ്യുന്നത്. നമ്മൾ ഓട്സും ഡേറ്റ്സ് എല്ലാം ഇട്ടിട്ടില്ല ആ ഒരു കുറുക്കില്ല, അത് ജസ്റ്റ് ഓക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയെന്ന്. വ്ളോഗ് രാത്രി വരെ ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിരുന്നു. പിന്നെ രാത്രിത്തേക്ക് ഉപ്മാവ് മാത്രം ഉണ്ടാക്കുന്നത്. അപ്പോൾ പിന്നെ സ്പെഷ്യലൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ വിചാരിച്ച് ഈ ഒരു ഈവനിങ് വരെ കാണിച്ചിട്ട് നമുക്ക് വ്ളോഗ് നിർത്താമെന്ന് കേട്ടോ. അപ്പോൾ പിന്നെ മോൾക്ക് വേണ്ടിയിട്ടില്ലേ കുറുക്കെല്ലാം ഉണ്ടാക്കി. പിന്നെ നമുക്ക് വേണ്ട ചായ എല്ലാം കുടിക്കാമെന്ന് വിചാരിച്ച്, ചായ കുടിക്കലില്ല കേട്ടോ, നമ്മൾ ഗ്രീൻ ടീ കുടിക്കൽ. നമ്മളെ വീട്ടിൽ നിന്ന് ഉപ്പ മാത്രമേ ചായ കുടിക്കലുള്ളൂ കേട്ടോ. നമ്മൾ പിന്നെ ഗ്രീൻ ടീ ആണ് കുറേ കാലമായിട്ട് നമ്മൾ ഗ്രീൻ ടീ തന്നെ എന്നിട്ട് ആരെല്ലാം കുടിക്കൽ. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടില്ലേ രാത്രി ഇന്ന് ഉപ്മാവ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൻ്റെ റവ ഉണ്ടായിരുന്നു വറുക്കാൻ. പാത്രം കണ്ടിട്ട് ആരും ഒന്നും വിചാരിക്കണ്ട കേട്ടോ, ഇത് റവ വറുക്കാൻ അങ്ങനെ എന്തെങ്കിലും ചെറിയ ചെറിയ പണിക്ക് മാത്രമേ ഈ ഒരു പാത്രം ഉപയോഗിക്കലുള്ളൂ കേട്ടോ. അങ്ങനെ വേറെ ഒന്നിനും അതിൻ്റെ പോളിഷൻ അങ്ങനെ അതായത് ഇളകി വരുന്നില്ല കേട്ടോ. ജസ്റ്റ് ആ ഒരു ടൈം സ്ക്രബ്ബർ ഉപയോഗിച്ച് തേച്ചുകൊണ്ട് മാത്രം അങ്ങനെ പോയതാണെന്നല്ലാണ്ട് ആ പാത്രം അങ്ങനെ മോശമായിട്ടൊന്നുമില്ല കേട്ടോ. ഞാൻ വിചാരിച്ച് ജസ്റ്റ് റവയിലൊന്ന് റോസ്റ്റ് ചെയ്ത് വെക്കാം, എന്നാൽ പിന്നെ നമുക്ക് വയ്യ ഉപ്മാവ് പെട്ടെന്ന് ഉണ്ടാക്കിയാൽ മതിയല്ലോ. ഇത് കുറച്ച് അധികം റവ ഉണ്ട്, 1 കിലോ റവ ഉണ്ട്. ഇത്രയൊന്നും വേണ്ട, നമുക്ക് ഏകദേശം ഒരു 1.5-2 കപ്പ് വേണ്ടി വരും. 250 ml ആ ഒരു കപ്പിനാണെങ്കിൽ ഏകദേശം 2 കപ്പ് അത്രയും വേണ്ടി വരും നമുക്ക് 4 ആൾക്ക് വേണ്ടിയിട്ട്. അപ്പം ഞാൻ റവയിൽ അവിടെ റോസ്റ്റ് ആക്കാൻ വെക്കുന്ന ടൈം കൊണ്ട് ഞാൻ വിചാരിച്ച് നമുക്ക് ഗ്രീൻ ടീ ഉണ്ടാക്കാം. അപ്പോൾ ഗ്രീൻ ടീൻ്റെ ഇത് ജിഞ്ചറും ലെമണും ആ ഒരു ഫ്ലേവറാണ് കേട്ടോ. ഇതൊക്കെ അത്ര ഇഷ്ടം കുറവാണ്. ചൂടോടെ ആണെങ്കിൽ മാത്രം കുടിക്കുക, അല്ലെങ്കിൽ ചൂടാറിയിട്ട് കുടിക്കുമ്പോൾ ഭയങ്കര എന്താ ലെമണിൻ്റെ ഭയങ്കര പുളിപ്പ് പോലെയല്ലേ ഇരിക്കും. അപ്പം അതിൻ്റെ കൂടെ ഞാൻ വിചാരിച്ച് അവിൽ കുഴച്ചത് കൂടി തിന്നാം. അവിൽ പഞ്ചസാരയെല്ലാം ഇട്ടിട്ട്, തേങ്ങയും പഞ്ചസാരയെല്ലാം ഇട്ടിട്ട് നമ്മൾ കുഴക്കൂലേ, വെള്ളത്തിലാക്കും പഞ്ചസാരയിലാക്കും. പക്ഷെ എനിക്ക് പഞ്ചസാരയിലാണ് ഏറ്റവും ഇഷ്ടം കേട്ടോ. പക്ഷേ ടേസ്റ്റ് വെള്ളത്തിൽ തന്നെയാണ്, അധികമാക്കും വെള്ളത്തിൽ തന്നെ ആയിരിക്കും എന്തായാലും ഇഷ്ടം കൂടുതൽ. ഞാൻ പഞ്ചസാരയിൽ നാക്കാൻ വെച്ചിട്ട് അങ്ങനെ ആക്കിയെന്ന് കേട്ടോ. ശരിക്കും ഞാൻ ഷുഗർ ഡയറ്റിലാണ് കുറേ ദിവസമായി, എന്താ മധുരമൊന്നും കഴിക്കാണ്ട് അങ്ങനെ ഡയറ്റിലാണ് ഉണ്ടായത്. ഇന്ന് പിന്നെ എന്താണെന്നറിയില്ല, മഴ ഇതെല്ലാം ഉണ്ട്, നല്ല എന്തെങ്കിലും മധുരമുള്ളത് കഴിക്കാൻ ഭയങ്കര ക്രേവിങ്സ് ആയിട്ട് ഞാൻ വിചാരിച്ച് എളുപ്പത്തിൽ ഇതാക്കാൻ വിചാരിച്ചിട്ട് അങ്ങനെ ആക്കിയെന്ന് കേട്ടോ ചായക്ക് വേണ്ടിയിട്ട്. അല്ലാണ്ട് നമ്മൾ അങ്ങനെ ചായക്കടി അങ്ങനെയും എപ്പോഴെങ്കിലും കൂടുമ്പോൾ ഞായറാഴ്ച അങ്ങനെ എപ്പോഴെങ്കിലും കൂടുമ്പോൾ മാത്രമേ അങ്ങനെ ചായക്കടി ഉണ്ടാക്കും. എണ്ണപ്പലഹാരം അങ്ങനെ എന്തെങ്കിലും ഇല്ലത് പൊരിക്കുക അങ്ങനെ എന്തെങ്കിലും ചെയ്യും. വേറെ അങ്ങനെ സ്പെഷ്യലായിട്ടൊന്നും ഉണ്ടാക്കൽ ഭയങ്കര കുറവാണ്. പിന്നെ ഞാൻ വിചാരിച്ച് അവിൽ കുഴച്ചതും നമ്മൾ ചായയും കൂടിയിട്ട് തന്നെ ഗ്രീൻ ടീ തന്നെ കുടിക്കാമെന്ന് വിചാരിച്ച്. വൈകുന്നേരം ടൈം ചായ എന്ന് തന്നെ എല്ലാവരും പറയുന്നുണ്ട്, എൻ്റെ വായിലും അങ്ങനെ ചായ തന്നെ വരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ ഇന്നത്തെ വിശേഷം. കാര്യമായിട്ട് നമ്മുടെ വ്ളോഗിലൊന്നും അങ്ങനെ റെസിപ്പീസൊന്നും ഇങ്ങനെ ഇൻക്ലൂഡ് ചെയ്തിട്ടൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ റെസിപ്പീസെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് വീണ്ടും വീഡിയോസായിട്ട് വരാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീഡിയോയിലേക്ക് നല്ല നല്ല കമൻസൊക്കെ അറിയിക്കുക, നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം അറിയിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. വീണ്ടും നല്ല നല്ല വീഡിയോസായിട്ട് വരുന്നത് വരെ ഓക്കെ, ടേക്ക് കെയർ, ബൈ ബൈ.